സോ ഹായ് ഗൈസ്, വീഡിയോൻ്റെ ടൈറ്റിൽ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഈ വീഡിയോ എന്തിനു പറ്റിയിട്ടുള്ളതാണെന്ന്. ഇപ്പോൾ നിങ്ങളൊരു സാംസങ്ങിൻ്റെ ഫോൺ മേടിക്കാൻ ഉദ്ദേശിക്കുകയാണ് ഫ്രം ദ പ്രൈസ് റേഞ്ച് ഓഫ് 10,000 to 50,000. അതിൽ ഏതൊക്കെ ഫോണാണ് നിങ്ങൾ അവോയ്ഡ് ചെയ്യേണ്ടത്, ഏതൊക്കെ ഫോണാണ് നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാമെന്ന് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. ഇതെൻ്റെ പേഴ്സണൽ റെക്കമെൻഡേഷൻസ് ആണ്. ഞാൻ റെക്കമെൻഡ് ചെയ്ത ഫോൺ നിങ്ങൾക്ക് ധൈര്യമായിട്ട് മേടിക്കാം. പിന്നെ ഏതൊക്കെ ഫോണാണ് ഞാൻ അവോയ്ഡ് ചെയ്യാൻ പറയുന്നത്, അതിൻ്റെ പിന്നിലത്തെ റീസൺസും ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞുതരാം. പക്ഷേ അതിന് മുമ്പ് നിങ്ങൾ എൻ്റെ വീഡിയോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടിട്ട് യൂസ്ഫുൾ തോന്നുകയാണെങ്കിൽ മാത്രം ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. അപ്പോൾ ആദ്യത്തെ ഫോൺ ഞാൻ പറയാൻ പോകുന്നത് സാംസങ് ഗാലക്സി M04. അപ്പോൾ ഓഫർ പ്രൈസിൽ നിങ്ങൾക്ക് ഈ ഫോണ് 7,000 to 8,000 ഉള്ളിൽ കിട്ടും. അപ്പോൾ ഈ ഫോൺ കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്യുക. ബിക്കോസ് ഞാൻ പറഞ്ഞുതരാം, ഇപ്പോൾ നിങ്ങൾ നോർമൽ യൂസ് ആണെങ്കിലും ഈ ഫോൺ മേടിച്ചിട്ട് ഒരു കാര്യമില്ല. ബിക്കോസ് ക്യാമറ ക്വാളിറ്റി പോരാ. പിന്നെ നിങ്ങൾ UI ഇങ്ങനെ സ്ക്രോൾ ചെയ്യുമ്പോൾ, പിന്നെ ഒരു ആപ്ലിക്കേഷൻ വേറെ ആപ്ലിക്കേഷനിൽ ജമ്പ് ചെയ്യുമ്പോൾ, പിന്നെ ഇൻസ്റ്റഗ്രാമൊക്കെ വലിയ സ്ക്രോൾ ചെയ്യുമ്പോൾ, യൂട്യൂബൊക്കെ സ്ക്രോൾ ചെയ്യുമ്പോൾ നന്നായിട്ട് ലാഗും ചിറ്ററും കാണാൻ കിട്ടും ഇതിൽ. അപ്പോൾ ഈ ഫോൺ മേടിച്ചിട്ട് ഒരു കാര്യമില്ല. ഓക്കെ, അപ്പോൾ അതിൻ്റെ പകരം നമുക്ക് റിയൽമിയുടെ റെഡ്മിയുടെ ഏതെങ്കിലും ഫോണ് ഈ പ്രൈസ് റേഞ്ചിൻ്റെ ഉള്ളിൽ മേടിക്കാം. ഈ ഫോൺ എന്തായാലും നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട. ഓക്കെ, അപ്പോൾ അടുത്ത ഫോൺ ഞാൻ റെക്കമെൻഡ് ചെയ്യാത്തത് സാംസങ് ഗാലക്സി M13. ഇപ്പോൾ ഈ ആമസോൺ പേജിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആമസോൺ ചോയ്സ് എന്ന് എഴുതി കാണിക്കും. പിന്നെ ഇതിൻ്റെ പ്രൈസ് നോക്കാമെന്ന് വെച്ചാൽ 10,999 ആണ്. പക്ഷേ ഇത് ഓഫർ പ്രൈസ് നിങ്ങൾക്ക് 7,500 to 8,000 ഉള്ളിൽ കിട്ടുന്നതാണ്. അപ്പോൾ ഈ ഫോൺ കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്യേണ്ട കാരണം എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഫസ്റ്റ് സാംസങ് ഗാലക്സി M4നെ പറ്റി പറഞ്ഞില്ലേ, ആ സെയിം റീസൺ തന്നെയാണ്. ഇവിടെ ഇൻസ്റ്റഗ്രാം സ്ക്രോൾ ചെയ്യുമ്പോഴും യൂട്യൂബ് സ്ക്രോൾ ചെയ്യും മേടിച്ച ഉടനെ നമുക്ക് അത്ര ലാഗൊന്നും തോന്നിക്കില്ല. പക്ഷേ ഒരു മാസം 2 മാസം കഴിഞ്ഞാൽ നന്നായിട്ട് ലാഗ് ചെയ്യാൻ തുടങ്ങി ഈ ഫോണ്. അതേമാതിരി ക്യാമറ ക്വാളിറ്റിയും പോരാ. പിന്നെ ബാറ്ററി ഒക്കെ അത്യാവശ്യം നന്നായിട്ട് നിൽക്കും. അത്രയേ ഉള്ളൂ കാര്യം. ഇതിൽ വേറെ ഒരു കാര്യം, നോർമൽ യൂസേജിലും കൂടി ഈ ഫോൺ നന്നായിട്ട് ലാഗ് ചെയ്യും. അപ്പോൾ ഈ ഫോൺ നിങ്ങൾക്ക് കൺസിഡർ ചെയ്യേണ്ട. ഇപ്പോൾ നിങ്ങൾക്ക് സാംസങ്ങിൻ്റെ തന്നെ ഫോൺ വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു ഫോൺ കൺസിഡർ ചെയ്യുക അണ്ടർ ദ പ്രൈസ് റേഞ്ച് ഓഫ് 10,000. ദാറ്റ് ഈസ് സാംസങ് ഗാലക്സി F14 5G. ഇത് ഞാൻ പേഴ്സണലി യൂസ് ചെയ്യുന്ന ഒരു ഫോണാണ്. അപ്പോൾ ഇതിൻ്റെ ക്യാമറ ക്വാളിറ്റി നോക്കാമെന്ന് വെച്ചാൽ അത്യാവശ്യം നല്ല ഒരു ക്യാമറ ക്വാളിറ്റിയാണ്. അണ്ടർ ദ പ്രൈസ് റേഞ്ച് ഓഫ് 10,000 നിങ്ങൾക്ക് എത്ര നല്ലൊരു ക്യാമറ ക്വാളിറ്റിയുള്ള ഫോൺ കിട്ടില്ല. ഇപ്പോൾ റെഡ്മി ആയിക്കോട്ടെ, പൊക്കോ ആയിക്കോട്ടെ, ഏത് ഫോണായിക്കോട്ടെ, ഇതിൻ്റെ അത്ര നല്ല ക്യാമറ ക്വാളിറ്റി കിട്ടില്ല. രണ്ടാമത്തെ മെയിൻ പോയിൻ്റ് എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ബാറ്ററി ലൈഫ്. 6000 mAh ബാറ്ററിയാണ് കൊടുത്തിരിക്കുന്നത്. പക്ഷേ 1UI 6.1 അപ്ഡേറ്റ് വന്നതിന് ശേഷം ബാറ്ററി ലൈഫ് ഇത്തിരി കുറഞ്ഞിട്ടുണ്ട്. എന്നാലും ഡീസൻ്റായ ബാറ്ററി ലൈഫാണ് ഇതിൽ കിട്ടുന്നത്. പിന്നെ ഒരു ഫുൾ HD ഡിസ്പ്ലേ കിട്ടുന്നുണ്ട്. പിന്നെ ആയിക്കൂടി ചെറിയൊരു പ്രശ്നം ഉണ്ടായിരുന്നത്, ഈ ഫോൺ നന്നായിട്ട് ലാഗ് ചെയ്യുന്നുണ്ടായിരുന്നു 1UI 6. പക്ഷേ 1UI 6.1 അപ്ഡേറ്റ് വന്നതിന് ശേഷം ഈ ഫോൺ നന്നായിട്ട് സ്മൂത്ത് ആയിട്ടുണ്ട്. പക്ഷേ റാം മാനേജ്മെൻറ്റ് ഇത്തിരി കുറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഒരു ഡീസൻറ്റ് ഫോണാണ്. നിങ്ങൾക്കൊരു സാംസങ്ങിൻ്റെ തന്നെ ഫോൺ വേണമെങ്കിൽ 10,000 ഉള്ളിൽ സാംസങ് ഗാലക്സി F14 കൺസിഡർ ചെയ്യുക. ഇപ്പോൾ സാംസങ് ഗാലക്സി M14 ഉണ്ട് ആമസോണിൽ. അതിൻ്റെ പ്രൈസ് കുറച്ച് ഇൻക്രീസ് ആവും. അതിൽ ഡിഫറൻസ് എന്താണെന്ന് വെച്ചാൽ, എക്സ്ട്രാ ഇതിൽ 2 ക്യാമറയുള്ളൂ, അതിൽ 3 ക്യാമറ കിട്ടും. ആ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. വേറെ സെയിം ഫോൺ തന്നെയാണ്, പക്ഷേ ഒരു 1000 രൂപ കൂടും സാംസങ് ഗാലക്സി M14. അപ്പോൾ സാംസങ് ഗാലക്സി F14 നിങ്ങൾക്ക് കൺസിഡർ ചെയ്യുക ഇഫ് യുവർ ബഡ്ജറ്റ് ഈസ് അണ്ടർ 10,000. ഇപ്പോൾ അടുത്ത സെഗ്മെൻറ്റിലേക്ക് കിടക്കുക, അണ്ടർ ദ പ്രൈസ് റേഞ്ച് ഓഫ് 15,000. അപ്പോൾ അണ്ടർ ദ പ്രൈസ് റേഞ്ച് ഓഫ് 15,000 നോക്കുകയെന്ന് വെച്ചാൽ നിങ്ങൾക്ക് A സീരീസിൻ്റെ കുറേ ഫോണുകൾ കിട്ടും. ഓക്കെ, ആ ഒരു A സീരീസിൻ്റെ ഫോൺ നിങ്ങൾക്ക് കൺസിഡർ ചെയ്യേണ്ട. അത് ഓഫ്ലൈൻ സെൻട്രിക് ഫോണാണ്. പിന്നെ നിങ്ങൾ കൊടുക്കണ കാശിന് അത് ഒരു വാല്യൂ ഫോർ മണി. പെർഫോമൻസും തരില്ല, ക്യാമറ ക്വാളിറ്റിയും തരില്ല, ഒന്നും തരില്ല. അപ്പോൾ A സീരീസ് എന്തായാലും നിങ്ങൾക്ക് അവോയ്ഡ് ചെയ്യേണ്ടത് പ്രൈസ് റേഞ്ച് ഓഫ് 20,000 or 15,000. പക്ഷേ ഞാൻ ഒരു ഫോൺ റെക്കമെൻഡ് ചെയ്യാൻ പോകുന്നത് സാംസങ് ഗാലക്സി M34 5G. അപ്പോൾ ഇത് ഓഫർ പ്രൈസിൽ നിങ്ങൾക്ക് 12,000 to 13,000 ഉള്ള ഈ ഫോൺ കിട്ടുന്നതാണ്. ഇപ്പോൾ ഇതിൻ്റെ പ്രൈസ് 14,000 സംതിങ് ആണ്. അപ്പോൾ ഈ ഫോൺ കൺസിഡർ ചെയ്യേണ്ട കാരണം എന്താണെന്ന് വെച്ചാൽ, ഇതിൽ നിങ്ങൾക്ക് 6000 mAh ബാറ്ററി കിട്ടുന്നുണ്ട്. പിന്നെ ഒരു 50 MP OIS ക്യാമറ കിട്ടുന്നുണ്ട്. അപ്പോൾ ലോ ലൈറ്റ് ഫോട്ടോഗ്രാഫിയൊക്കെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഫോട്ടോസ് ഇത് എടുത്ത് തരും. അതേമാതിരി അത്യാവശ്യം വീഡിയോ സ്റ്റെബിലിറ്റി ഒക്കെ ഉണ്ടാവും. അതേമാതിരി ഇതിൽ നമുക്ക് സൂപ്പർ AMOLED ഡിസ്പ്ലേ ആണ് കിട്ടുന്നത്. ആയിക്കൂടി ചെറിയൊരു ഡ്രോബാക്ക് എന്താണെന്ന് വെച്ചാൽ, നമുക്ക് എക്സിനോസിൻ്റെ 1280 പ്രോസസ്സറാണ് കൊടുത്തിരിക്കുന്നത്. 1280 പ്രോസസ്സർ അത്ര മോശമുള്ള പ്രോസസ്സറല്ല, പക്ഷേ നമുക്ക് ഹെവി ടാസ്ക് ഒന്നും ഇതിൽ ചെയ്യാൻ പറ്റില്ല. ലൈക്ക് ഗെയിമിങ്ങും മീൻസ് ചെറിയ ഗെയിംസൊക്കെ നമുക്ക് കളിക്കാൻ പറ്റും. ലൈക്ക് BGMI ഒന്നും കളിക്കാൻ നോക്കണ്ട അതിൽ. അതേമാതിരി നോർമൽ യൂസൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഈ ഫോൺ കൺസിഡർ ചെയ്യാം. ഹെവി യൂസർ ആണെങ്കിൽ ഈ ഫോൺ നിങ്ങൾക്ക് അവോയ്ഡ് ചെയ്യാം. ഇനിയിപ്പോൾ അടുത്ത 20,000 ഉള്ള ഏത് ഫോണാണ് റെക്കമെൻഡ് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എനിക്കൊരു ഫോൺ റെക്കമെൻഡ് ചെയ്യാറില്ല. അതേമാതിരി 25,000 സെഗ്മെൻറ്റിൽ കിടക്കാന്ന് വെച്ചാൽ സാംസങ് ഗാലക്സി F55 ഉണ്ട്. സാംസങ് ഗാലക്സി F55 നോക്കുകയെന്ന് വെച്ചാൽ
നിങ്ങൾ ഫ്ലിപ്കാർട്ടിൻ്റെ പേജിൽ പോവുക. ഫ്ലിപ്കാർട്ടിൻ്റെ പേജിൽ പോയിട്ട് നിങ്ങൾക്ക് തന്നെ റേറ്റിംഗ്സ് ചെക്ക് ചെയ്യുക. അതിൻ്റെ ക്യാമറയുടെ റേറ്റിംഗ്സ് എത്രയാണ് കൊടുത്തിരിക്കുന്നത്, അതിൻ്റെ ഡിസ്പ്ലേയുടെ റേറ്റിംഗ്സ് എങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്, ബാറ്ററിയുടെ റേറ്റിംഗ്സ് എത്രയാണ് കൊടുത്തിരിക്കുന്നത് ഒക്കെ നിങ്ങൾക്ക് തന്നെ പോയിട്ട് ചെക്ക് ചെയ്യുക. അതേമാതിരി സാംസങ് M55ഉം F55ഉം സെയിം ഫോൺ തന്നെയാണ്. F55 നിങ്ങൾക്ക് ലെതർ ബാക്ക് കിട്ടുന്നുണ്ട്, അത്ര വ്യത്യാസം മാത്രമേ ഉള്ളൂ. പിന്നെ F55ൻ്റെ ക്യാമറ ക്വാളിറ്റി പോരാ. ഓക്കെ, അതേമാതിരി പെർഫോമൻസ് സ്നാപ്ഡ്രാഗൺ 7 Gen 1 പ്രോസസ്സറാണ് കൊടുത്തിരിക്കുന്നത്. 1.5 വർഷം 2 വർഷം പഴയ ഒരു പ്രോസസ്സറാണ് കൊടുത്തിരിക്കുന്നത്. അതും TSMC എല്ലാം ഉണ്ടാക്കിയിരിക്കുന്നത് സാംസങ് ആണ് ആ സ്നാപ്ഡ്രാഗണിൻ്റെ പ്രോസസ്സർ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഹീറ്റിംഗ് ഇഷ്യൂ കാണാൻ കിട്ടും. അതേമാതിരി ബാറ്ററി ഡ്രെയിനിങ് ഇഷ്യൂവും കാണാൻ കിട്ടും. ആയിക്കൂടി നല്ലൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഡിസ്പ്ലേ ക്വാളിറ്റി, പിന്നെ 45 വാട്ട് ചാർജിങ്. സാധാരണ നമുക്ക് സാംസങ്ങിൻ്റെ ഫ്ലാഗ്ഷിപ്പ് ഫോണിലൊക്കെ മാത്രമാണ് ഈ 45 വാട്ടിൻ്റെ ചാർജിങ് കിട്ടുള്ളൂ. പക്ഷേ ഇതിൽ 45 വാട്ടിൻ്റെ ചാർജർ കിട്ടുന്നുണ്ട്. പിന്നെ 45 വാട്ടിൻ്റെ ചാർജറൊക്കെ മേടിക്കാൻ നിങ്ങൾക്ക് 3500 റുപ്പീസ് സംതിങ് കൊടുക്കേണ്ടി വരും 45 വാട്ടിൻ്റെ ചാർജിങ് സ്പീഡ് കിട്ടണമെങ്കിൽ. അപ്പോൾ ആ ഒരു കുഴപ്പമുണ്ട്. ഇപ്പോൾ സാംസങ് ഗാലക്സി M55 ആയിക്കോട്ടെ F55 ആയിക്കോട്ടെ, ആ ഫോൺ നിങ്ങൾക്ക് കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്യുക. ആ പ്രൈസിന് നിങ്ങൾക്ക് മോട്ടറോളയുടെ H50 ഫ്യൂഷൻ കിട്ടുന്നുണ്ട്, OnePlus Nord CE4 കിട്ടുന്നുണ്ട്. അതും ഇഷ്ടമല്ലെങ്കിൽ ക്ലീൻ സോഫ്റ്റ്വെയർ ആണെങ്കിൽ നത്തിങ് ഫോൺ 2A കിട്ടുന്നുണ്ട്. ആ ഫോണൊക്കെ 1000 ടൈംസ് ബെറ്ററാണ് സാംസങ് ഗാലക്സി F55ൻ്റെ കാട്ടും M55ൻ്റെ കാട്ടും. ഓക്കെ, അപ്പോൾ F55 ആൻഡ് M55 കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്യുക. ഇപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ 30,000 ഉള്ള ഒരു ഫോൺ റെക്കമെൻഡ് ചെയ്യണമെങ്കിലും എൻ്റെ അടുത്ത് ഒരു ഫോണും ഇല്ല. ഇപ്പോൾ സാംസങ് ഗാലക്സി S21 FEയുടെ പ്രൈസ് 29,000 സംതിങ് ആണ് 888 വേരിയൻറ്റിൻ്റെ. അപ്പോൾ അതിലെന്താ കുഴപ്പമെന്ന് വെച്ചാൽ പണ്ടത്തെ ആ ക്യാമറ ക്വാളിറ്റി ഇപ്പോൾ ഇതിലില്ല. പണ്ടൊക്കെ ആ സാംസങ് ഗാലക്സി S21 FE മെയിൻലി റെക്കമെൻഡ് ചെയ്യുന്നത് അതിൻ്റെ ക്യാമറ ക്വാളിറ്റീന് വേണ്ടിയിട്ടായിരുന്നു. ഇപ്പോൾ അതിൻ്റെ ക്യാമറ ക്വാളിറ്റിയും ഡൗൺ ഗ്രേഡ് ചെയ്തിട്ടുണ്ട് സാംസങ് സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് തന്നിട്ട്. അതേമാതിരി ബാറ്ററി ലൈഫ് ഇത്തിരി ഇമ്പ്രൂവ് ആയിട്ടുണ്ട് One UI 6.1 അപ്ഡേറ്റ് വന്നതിന് ശേഷം. അതേമാതിരി UI കുറച്ച് സ്മൂത്ത് ആയിട്ടുണ്ട് One UI 6.1 അപ്ഡേറ്റ് വന്നതിന് ശേഷം. ഇപ്പോൾ ക്യാമറ ക്വാളിറ്റിയാണ് നിങ്ങളുടെ പ്രയോറിറ്റി എന്ന് വെച്ചാൽ ഞാൻ ഇപ്പോൾ സാംസങ് ഗാലക്സി S21 FEനെ ഞാൻ ഒരിക്കലും റെക്കമെൻഡ് ചെയ്യില്ല. ഇപ്പോൾ സാംസങ് ഒരു നല്ലൊരു ക്യാമറ ക്വാളിറ്റി വേണം. ഇപ്പോൾ നിങ്ങൾക്ക് 30,000 to 35,000 ഉള്ള ഒരു സാംസങ്ങിൻ്റെ തന്നെ ഫോൺ വേണമെങ്കിൽ പിന്നെ നിങ്ങളുടെ മെയിൻ പ്രയോറിറ്റി പെർഫോമൻസ് അല്ല, ബാറ്ററി ലൈഫ് അല്ല, പക്ഷേ ക്യാമറ ആണെങ്കിൽ നമുക്ക് ഞാനൊരു ഫോൺ റെക്കമെൻഡ് ചെയ്യാം, വിച്ച് സാംസങ് ഗാലക്സി S23 FE. സാംസങ് ഗാലക്സി S23 FE നിങ്ങൾക്ക് ഓഫർ പ്രൈസിൽ 33,000 കിട്ടുന്നതാണ്. അതിൻ്റെ ക്യാമറ ക്വാളിറ്റി സുപ്പീരിയർ ആണ്. പക്ഷേ ഇൻ അതർ ഡിപ്പാർട്ട്മെൻറ്റ്സ് ലൈക്ക് പെർഫോമൻസ് ആയിക്കോട്ടെ, ബാറ്ററി ലൈഫ് ആയിക്കോട്ടെ, ഹീറ്റ് മാനേജ്മെൻറ്റ് ആയിക്കോട്ടെ, കാര്യമില്ലാത്ത ഫോണാണ്. ഇപ്പോൾ എൻ്റെ മെയിൻ പ്രയോറിറ്റി ക്യാമറ ക്വാളിറ്റി ആണെങ്കിൽ ആ ഫോൺ കൺസിഡർ ചെയ്യാം. പിന്നെ അതിലത്തെ ഫ്രണ്ടിൽ ബെസൽസോ കണ്ടിട്ടില്ലേ, ഭയങ്കര തിക്കാണ്. ഇപ്പോൾ സാംസങ് ഗാലക്സി S21 FEയിൽ ഡിസ്പ്ലേ നോക്കുകയെന്ന് വെച്ചാൽ അത്രയും തിക്കായ ബെസൽസ് അല്ല കിട്ടുന്നത്. അതേമാതിരി സാംസങ് ഗാലക്സി S21 FEയുടെ ഘട്ടം ഡൗൺ ഗ്രേഡ് ചെയ്തിരിക്കുന്നത് ഇതിൽ നമുക്ക് ഗൊറില്ല ഗ്ലാസ് 5ൻ്റെ പ്രൊട്ടക്ഷനാണ് കിട്ടുന്നത്. നമുക്ക് സാംസങ് ഗാലക്സി S21 FEയിൽ ഗൊറില്ല ഗ്ലാസ് വിക്ടസിൻ്റെ പ്രൊട്ടക്ഷനാണ് കിട്ടുന്നത്. ആ ഒരു വ്യത്യാസമുണ്ട്. അപ്പോൾ നിങ്ങളുടെ മെയിൻ പ്രയോറിറ്റി ക്യാമറയാണെങ്കിൽ സാംസങ് ഗാലക്സി S23 FE നമുക്ക് ഞാൻ റെക്കമെൻഡ് ചെയ്യുക. അല്ലെങ്കിൽ പെർഫോമൻസ് ആണ്, ബാറ്ററി ലൈഫ് ആണെങ്കിൽ നമുക്ക് ഞാൻ ഒരിക്കലും സാംസങ് ഗാലക്സി S23 FE റെക്കമെൻഡ് ചെയ്യില്ല. ഇപ്പോൾ അടുത്തൊരു ഫോൺ ഞാൻ റെക്കമെൻഡ് ചെയ്യാത്തത് സാംസങ് ഗാലക്സി S24 ആൻഡ് സാംസങ് ഗാലക്സി S24 Plus. S24 ഞാൻ പേഴ്സണലി യൂസ് ചെയ്ത ഒരു ഫോണാണ്. ഫോൺ ലാഗൊന്നുമില്ല, പക്ഷേ നമ്മൾ നോർമൽ ടാസ്ക് ചെയ്യുമ്പോൾ അത് ചെറുതായിട്ട് ചൂടാവുന്നുണ്ട്. അപ്പോൾ ഇൻ ലോങ് ടേമിൽ ആ ഫോണിൻ്റെ പെർഫോമൻസ് എങ്ങനെ ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല. പിന്നെ അതിൽ 7 വർഷത്തിൻ്റെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റിൻ്റെ പ്രോമിസും ചെയ്തിട്ടുണ്ട് സാംസങ്. അപ്പോൾ ലോങ് ടേമിൽ 7 വർഷമൊക്കെ ആ ഫോൺ നിൽക്കുമെന്ന് എനിക്കറിയില്ല. അപ്പോൾ ആ ഫോൺ നിങ്ങൾക്ക് ഒരിക്കലും കൺസിഡർ ചെയ്യേണ്ട. ഇപ്പോൾ അപ്കമിങ് ഡേയ്സിൽ അതിൻ്റെ പ്രൈസ് നന്നായിട്ട് കുറയും, ബിക്കോസ് ആ ഫോണൊന്നും അധികം വിറ്റ് പോയിട്ടില്ല. അപ്പോൾ എന്തായാലും ഈ ദീപാവലി സെയിലൊക്കെ അതിൻ്റെ പ്രൈസ് നന്നായിട്ട് കുറയും. പക്ഷേ നിങ്ങൾക്ക് ഞാൻ ഒരു ഫോൺ റെക്കമെൻഡ് ചെയ്യാം, വിച്ച് ഇസ് സാംസങ് ഗാലക്സി S23. ആ ഫോൺ ഞാൻ പേഴ്സണലി യൂസ് ചെയ്യുന്ന ഒരു ഫോണാണ്. ആ ഫോണിൻ്റെ പെർഫോമൻസ് ആയിക്കോട്ടെ, ക്യാമറ ക്വാളിറ്റി ആയിക്കോട്ടെ, ബാറ്ററി ആയിക്കോട്ടെ, ഡിസ്പ്ലേ ആയിക്കോട്ടെ, എല്ലാം സൂപ്പർബാണ്. എനിക്ക് പേഴ്സണലി ഇംപ്രസ്ഡ് ആയി ഞാൻ ഈ ഫോൺ യൂസ് ചെയ്തിട്ട്. ആ ഫോൺ നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാം. ഇപ്പോൾ ഓഫർ പ്രൈസിൽ നിങ്ങൾക്ക് അത് 44,000 128 GB വേരിയൻറ്റ് കിട്ടുന്നതാണ്. അപ്പോൾ ആ ഫോൺ നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാം. ഇപ്പോൾ S21 FE ആണ് നിങ്ങളിപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കണമെങ്കിൽ, ഇപ്പോൾ നിങ്ങൾക്കൊരു ഫോൺ അപ്ഗ്രേഡ് ചെയ്യണമെങ്കിൽ സാംസങ് ഗാലക്സി S23ലേക്ക് നിങ്ങൾക്ക് അപ്ഗ്രേഡ് ചെയ്യാം. ഇറ്റ് വിൽ ബി എ വെരി ഹ്യൂജ് അപ്ഗ്രേഡ്, ഓക്കെ, in terms of camera quality, in terms of performance, and even in terms of battery life. Okay,
അപ്പോൾ ഈ ഫോൺ സാംസങ് ഗാലക്സി S23 നിങ്ങൾക്ക് ബിഗ് ബില്യൺ ഡേയ്സിലോ മേടിക്കാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ S24 അവോയ്ഡ് ചെയ്യുക, S24+ അവോയ്ഡ് ചെയ്യുക, S23 അവോയ്ഡ് ചെയ്യുക, S23 FE അവോയ്ഡ് ചെയ്യുക. നിങ്ങൾക്ക് സാംസങ് ഗാലക്സി S23 മേടിക്കുക. ഓക്കെ, അത്രയ്ക്ക് നല്ലൊരു പെർഫോമൻസാണ് ഈ ഫോണിലേക്ക് കിട്ടുന്നത്, അതേമാതിരി ക്യാമറ ക്വാളിറ്റിയും. അപ്പോൾ ഇതായിരുന്നു ചെറിയൊരു വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടിട്ട് ഹെൽപ്ഫുൾ തോന്നുകയാണെങ്കിൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്